ഉപ്പുതറ കണ്ണമ്പടി വാക്കത്തി രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിക്ക് ശാപമോക്ഷമായി. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് 1.25 കോടിയുടെ പദ്ധതി യാഥാർത്ഥ്യമായത്. പീരുമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ് പദ്ധതി ജനങ്ങൾക്ക് സമർപ്പിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ കണ്ണമ്പടിയിൽ രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിക്ക് പ്രവർത്തനം ആരംഭിക്കുന്നത് 2011-ലാണ്. ആദ്യം കുളം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ച് കുളം നിർമ്മിച്ചു. 2011-ൽ തന്നെ നിർമ്മാണം പൂർത്തിയായി. 2022-ൽ ടാങ്കിനും ജലവിതരണത്തിനും ഫണ്ട് അനുവദിച്ച് കരാർ നൽകി. എന്നാൽ കരാറുകാരൻ നിർമ്മാണം നടത്താൻ തയ്യാറായില്ല. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരുടെ ഇടപെടൽ കാരണം കരാറുകാരൻ ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കി. 4 ടാങ്ക് വെച്ച് ഓരോ ടാങ്കിൽ നിന്നും 30 കുടുംബങ്ങൾക്ക് വീതമാണ് കുടിവെള്ള കണക്ഷൻ നൽകിയിരിക്കുന്നത്. 120 കുടുംബങ്ങൾക്ക് ഇന്നു മുതൽ വീടുകളിൽ കുടിവെള്ളം എത്തിത്തുടങ്ങും. 15 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിനാണ് ഇതോടെ പരിഹാരമായിരിക്കുന്നത്. പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം അഡ്വക്കേറ്റ് സിറിയക് തോമസ് MLA നിർവഹിച്ചു. നമുക്കറിയാം, ഈ കണ്ണമ്പടിയിലെ വാക്കത്തി പുന്നപ്പാറ പ്രദേശങ്ങളിൽ 120 കുടുംബങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ പദ്ധതി. നമുക്കറിയാം, കുടിവെള്ളത്തിൻ്റെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശമെന്ന് എനിക്കും അറിയാം. ഞാൻ ഇതിനു മുമ്പൊക്കെ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങനെ ഒരു ആവശ്യം ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളതുമാണ്. അപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് അനുഗ്രഹമായ ഈ പദ്ധതി നമ്മളിന്ന് ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. നമ്മളുടെ അടുത്തടുത്ത 3 ഊരിലെ ഒരു മൂപ്പന്മാർ ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മളെ ഈ ആദിവാസി ഉന്നതികളിൽ വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഇനി ആവശ്യമായിട്ടുണ്ട്. കരാറുകാർക്ക് മൊമെന്റം നൽകി യോഗം ആദരിച്ചു. കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഫ്രാൻസിസ് അരക്കിപ്പറമ്പിൽ, ഉപ്പുതറ പഞ്ചായത്ത് അംഗം ചന്ദ്രകുമാർ, ഊരുമൂപ്പന്മാരായ രാമൻ തറമുറ്റത്ത്, സാബു കരിമ്പിനി, സജി, ലാലി സെബാസ്റ്റ്യൻ, ബിബിൻ ജോയി തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.